നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഏതായാലും സംഗതി എനിക്ക് ഒരുപാട് വർത്താനം പറയാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അമ്മച്ചി എന്നോട് പറയാ, എന്റെ പാസ്റ്ററെ, ഈ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ദൈവം എനിക്ക് ചില കാര്യങ്ങളെ പഠിപ്പിച്ചത്. നമ്മൾ എന്താ അമ്മച്ചി? എനിക്ക് നാട്ടിൽ വെച്ച് ഈ ആരാധനയ്ക്ക് വെള്ളം ഇടണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോഴോ? ഇവിടെ വന്നപ്പോഴാ ദൈവം അത് പഠിപ്പിച്ചത്. ഞാൻ ചോദിച്ചു, എന്താ പഠിപ്പിച്ചു? എന്റെ പാസ്റ്ററെ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണേ, അപ്പൊ ദൈവം അങ്ങ് ഇടപെടുക. എന്ത്? തമ്പുരാൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കടി. അങ്ങോട്ട് നോക്കി, എന്തുവാ? പച്ച. ഇങ്ങോട്ട് നോക്കടി, നോക്കി, എന്തുവാ? ചോപ്പ്. അങ്ങോട്ട് നോക്കടി, എന്തുവാ? നോക്കി, മഞ്ഞ. ഇങ്ങോട്ട് നോക്കടി, നോക്കി, എന്തുവാ? നീല. എന്നിട്ടൊരു ചോദ്യം, ഇതൊക്കെ ആരാടി ഉണ്ടാക്കിയത്? ഓ പാസ്റ്ററേ, ഞാനങ്ങ് ഇതെല്ലാം ദൈവം അല്ലേ ഉണ്ടാക്കിയേ. അന്നാ എന്റെ ആ ചിന്താഗതി അങ്ങ് മാറി. ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഇനി റോഡിലോട്ട് ഇറങ്ങുമ്പോഴേ അങ്ങോട്ട് നോക്കേ ബാറ്, ഇങ്ങോട്ട് നോക്കേ കള്ളുഷാപ്പ്, അങ്ങോട്ട് നോക്കേ പബ്, ഇങ്ങോട്ട് നോക്കേ ക്ലബ്ബ്. ഇതെല്ലാം തമ്പുരാൻ ഉറങ്ങിയപ്പോ വന്നൊന്നുമല്ല, ഇടയ്ക്കൊക്കെ ഇതിലും കൂടെ ഒന്ന് കയറണം കേട്ടോ. പിന്നെ ഞാൻ വരുന്നവരെ എന്നോട് മിണ്ടിയിട്ടില്ല. സ്തോത്രം. ഓരോരോ വെളിപ്പാടുകളെ. അമ്മച്ചിക്ക് ഇപ്പൊ ഇച്ചിരി പാന്റി ഷർട്ടുമൊക്കെ ഇട്ട് ഇച്ചിരി തിളങ്ങുന്നതൊക്കെ ഇട്ടൊന്ന് നടക്കണം. എടാ, എന്നാ അങ്ങ് ചെയ്തൂടെ? എന്റെ തമ്പുരാനെ എന്തിനാ കൂട്ടുപിടിക്കുന്നത്? കിട്ടുന്നില്ല. ആരും കൈവക്കണ്ടെന്ന് സംഗതി ശ്രദ്ധിക്കണം. ദൈവവചനത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാലഘട്ടവും ട്രെൻഡും ടെക്നോളജിയും ശാസ്ത്രവും കമ്പ്യൂട്ടറും ഒക്കെ മാറട്ടെ, വചനത്തിന്റെ വള്ളി പുള്ളി ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വചനത്തിന്റെ വള്ളി പുള്ളി മാറത്തില്ല. സ്വത്രം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അത് മനുഷ്യരുടെ കരങ്ങളാൽ എഴുതപ്പെട്ടത് കൊണ്ട് ചിലതിനെ ആക്ഷേപിച്ച് പറയാറുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. കാരണം എടുത്ത് ഇതൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം നാട്ടിൽ ഞാനവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതാണെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുക. കാര്യം മറവി നമുക്കുള്ളവരാ. നാട്ടിൽ ലാസർ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു പെന്തക്കോസ്ത് ഫാമിലിയിലെ ഒരു ചെറുപ്പക്കാരൻ താൻ പഠിക്കാൻ പോയ കോളേജിൽ വെച്ച് വേദപുസ്തകത്തിൽ തിരുത്തലുണ്ട്, പരസ്പരം 4 സുവിശേഷത്തിൽ ഒരേ സംഭവം 4 രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വായിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കി. ഇദ്ദേഹം ഇതുമായി പാസ്റ്ററെടുക്കെ ചെന്ന് ചോദിച്ചു, പാസ്റ്ററെ ഇതെന്താ മറുപടി എന്ന് വെച്ചാൽ പാസ്റ്റർ പറഞ്ഞു, ചെറിയ വായി വലിയ വർത്താനം പറയാൻ തുടങ്ങി, പോടാന്ന് പറയാം, വല്ലതും അറിയാമെങ്കിലല്ലേ പറയാം. ഗതികെട്ട് പാസ്റ്ററായ ഒത്തിരി പേരുണ്ട്. കാര്യം ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഇങ്ങർക്ക് ഒരു ജോലിയില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ, എന്നാ പിന്നെ പാസ്റ്റർ ആയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒത്തിരി പേര് പാസ്റ്ററായി. അപ്പൊ അതുകൊണ്ട് സംഗതി വന്ന് കാര്യം ചോദിച്ചു. കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ കുഞ്ഞുങ്ങൾക്ക്? പറഞ്ഞു കൊടുത്തില്ല. അവസാനം നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം, ലാസർ യോഹന്നാൻ മുസ്ലിമായി, പെന്തക്കോസ്തുകാരന്റെ മകൻ. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്, നിങ്ങൾ അതൊക്കെ അറിയണം. സ്തോത്രം. അപ്പോ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന 4 സുവിശേഷം 4 പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാ. അപ്പൊ ആത്മാവിന് തെറ്റുപറ്റിയോ? ഇതായിരുന്നു ചോദ്യം. സത്യത്തിൽ എന്താ വാസ്തവം? ഒരേ സംഭവം തന്നെ 4 നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവത്തിന് മാറ്റം വന്നിട്ടില്ല. ഇപ്പോ ന്യൂയോർക്ക് ജംഗ്ഷനിൽ ഒരു കാറും ബസ്സും കൂട്ടിയിടിച്ചു, 4 മരണം. 4 പത്രം റിപ്പോർട്ട് ചെയ്തു. ഒരു പത്രത്തിൽ എഴുതി ബസ്സും കാറും കൂട്ടിയിടിച്ചു 4 മരണം. മറ്റൊരു പത്രത്തിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചു 4 മരണം. വേറൊരു പത്രത്തിൽ വാഹന അപകടം 4 മരണം. മൂന്നിലെയും തലക്കെട്ട് വ്യത്യാസമുണ്ടെങ്കിലും സംഭവത്തിന് വ്യത്യാസം ഇല്ല. ഇനി ചില എഴുത്തുകാരന്റെ ഭാഷയിലും ശൈലിയിലും വ്യത്യാസം വരാം. ഒന്നുകൂടെ ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ കാനാവിലെ കല്യാണ നാളിലെ രംഗം കിടക്കുന്നു. അത് 4 സുവിശേഷത്തിൽ ഉണ്ടെന്ന് ഒന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന്, ഇല്ല ഒന്നിലേ ഉള്ളൂ, ഉദാഹരണത്തിന്. അപ്പോൾ അവൻ 4 പേരങ്ങ് എഴുതുക. തിരുവനന്തപുരത്തിരിക്കുന്ന കറിയാ പാസ്റ്ററും, കൊല്ലത്തിരിക്കുന്ന ഷമീർ പാസ്റ്ററും, കോട്ടയത്തിരിക്കുന്ന തോമാച്ചൻ പാസ്റ്ററും എല്ലാം എഴുതുക. ഒരേ സംഭവം.
അപ്പം 3 പേര് എഴുതി. കോട്ടയം എന്ന് പറഞ്ഞ അക്ഷര നഗരിയ അല്ലെ, അച്ചടി ഭാഷ. അവിടെ എഴുതി. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അവർക്ക് വീഞ്ഞ് പോരാതെ വരിക അവന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചടി ഭാഷയിൽ കോട്ടയംകാരൻ എഴുതി. കൊല്ലത്തിരിക്കുന്ന ഞാനും എഴുതിയപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന അച്ചാൻ എങ്ങനെ എഴുതി? 3-ാം നാൾ ഗലീലയിലെ കാനാവിലെ കല്യാണങ്ങൾ ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വീഞ്ഞുകളും മറ്റും പോരാതെ വരിക, വെള്ളങ്ങൾ ക്വാരി നിറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയത് കൊണ്ട് സംഭവത്തിന് മാറ്റമുണ്ടോ? ഉണ്ടെന്നില്ല. പിന്നെ സ്തോത്രം. അപ്പൊ എഴുത്തുകാരന്റെ ഭാഷയ്ക്കും ശൈലിക്കും അവന്റെ സാഹചര്യത്തിനും ഓർമ്മയ്ക്കും ഒക്കെ വരുന്ന മാറ്റങ്ങൾ വാക്കുകളിൽ ഉണ്ടാകാം, സംഭവത്തിന് മാറ്റമില്ല. അങ്ങനെ ആ വേദപുസ്തകത്തിന്റെ ആധികാരികത നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ വചനത്തെ കുറിച്ച് നമുക്ക് വളരെ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് ഈ അന്ത്യകാലത്ത്. അതുകൊണ്ടാണ് എന്തെങ്കിലും വ്യാഖ്യാനം കേട്ടാലും എല്ലാം ഇരുന്ന് കൈയടിച്ചു കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനത് പിന്നാലെ തെളിയിക്കാം. അപ്പോ ദൈവവചനം സാക്ഷാൽ ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ ചിന്തിച്ചു, ദൈവവചനം വിശുദ്ധ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. പ്രവചന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ചരാചരങ്ങൾ ഇടജാതി മൃഗജാതി കന്നുകാലി പർവ്വജാതി നാൽക്കാലി അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ലോകത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞു തന്നിട്ടാണ് വെളിപ്പാടിൽ അവസാനിക്കുന്നത്. ഇത് പൂർണ്ണതയുള്ള ഗ്രന്ഥം. സ്തോത്രം. അപ്പൊ പാപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു, അതെല്ലാം നമ്മൾ ചിന്തിച്ചത്. മനുഷ്യൻ പാപം ചെയ്തു, വീണുപോയി. അവനെ വിടുവിപ്പാൻ, രക്ഷിപ്പാൻ ദൈവം മുന്നോട്ട് വെച്ച രക്ഷാ പദ്ധതികളായിരുന്നു. 1 നോഹയുടെ പെട്ടകം, അത് നമ്മൾ ചിന്തിച്ച. 2 പ്രമാണം കൊടുത്തു, അതും ചിന്തിച്ചതാ. 3 ആരെ അയച്ചു? പ്രവാചകന്മാരെ അയച്ചു. അവിടെ ഞാൻ നിൽക്കുന്നില്ല, കാരണം അവിടെ നിന്നാ പലരും പിണങ്ങും. സ്തോത്രം. ഞാൻ നിന്നതുവാ, ഇനി നിൽക്കുന്നില്ല, പോട്ടെ, സമയം കളയണ്ടല്ലോ വെച്ചോ, വേറെ ഒത്തിരി കാര്യം പറയാൻ കിടക്കുക. അപ്പൊ അവിടെ അവിടെ നിൽക്കുന്നില്ല. പ്രവാചകന്മാരെ അയച്ചു. അനന്തരം തമ്പുരാൻ സ്വർഗീയ കോടതി എടുത്ത തീരുമാനം ജനത്തിന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്തി. എന്താ? മത്സരഗൃഹമായ ഇസ്രായേലേ, മടങ്ങി വരാത്ത മത്സരഗൃഹമേ, കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. എന്താ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ അങ്ങനെ യേശുക്രിസ്തു ജനിക്കുന്നതിന് 700-750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകന്റെ അധരത്തിൽ കൂടി വിളിച്ചു പറഞ്ഞ പ്രവചനത്തെ, അവൻ നോക്കേ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന പ്രവചനത്തെ 300 വർഷം പിന്നിട്ടപ്പോൾ മീഖാ പ്രവാചകൻ അതിന്റെ ഗ്രാമവും പഞ്ചായത്തും എല്ലാം വെളിപ്പെടുത്തി. ബത്ലഹേം എന്ന ഗ്രാമത്തിലെ എഫ്രാത്ത് എന്ന് പറഞ്ഞ വില്ലേജിൽ തന്നെ അവൻ ജനിക്കുമെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് 100 കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ചോദിക്കും, അയ്യോ ദൈവം വേഷത്തിൽ എന്തായി പറയുക, യുക്തിക്ക് നിരക്കുന്ന കാര്യം വല്ലതും ആണോ ഒക്കെ ചോദിക്കും. ഒത്തിരി പേരുണ്ട്. അങ്ങനെ കേട്ട ഒരു കഥ ഓർമ്മ വരിക. ഒരപ്പനും മകനും കൂടെ നടന്നു പോയി. അതാ അപ്പന്റെ കാല് തട്ടിയിട്ട് ചിതലുകൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ പുറ്റ്, ചിതൽപുറ്റെന്ന് പറയും നാട്ടിൽ, ആമേൻ, അത് പൊളിഞ്ഞു വീണു. ഉടനെ ചിതലുകൾ പരക്കം പായുന്ന കണ്ട് കുഞ്ഞ് ചോദിച്ചു, പപ്പ ഇതെന്തുവാ? ഉടനെ പപ്പ പറഞ്ഞു, മോനെ അത് ചിതല. ഇതെന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന് പറഞ്ഞു. അയ്യോ പപ്പയുടെ കാല് തട്ടി അതിന്റെ വീട് പൊളിഞ്ഞു പോയില്ലയോ മക്കളെ, അതായത് ഇങ്ങനെ ഓടുന്നതെന്ന് പറഞ്ഞു. കുഞ്ഞ് ചോദിച്ചു, പപ്പ നമ്മുടെ വീട് ആരെങ്കിലും പൊളിച്ചു കളഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? അപ്പനോ വലിയ വേദനയായി. ഉടനെ കുഞ്ഞു പറഞ്ഞു, പപ്പ ഈ വീട് കെട്ടിക്കൊടുക്കാതെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. കുഞ്ഞ് അവിടെ അങ്ങ് ഇരിക്കുക, കൊച്ചിനറിയത്തില്ലല്ലോ. ഉടനെ ഈ അപ്പൻ പറഞ്ഞു, ശരി എന്നാ നമുക്ക് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. രാവിലെ 10 മണിക്ക് ഇരുന്ന് ഒരു മൺപാടി എടുത്തു വെച്ചു. അതിന്റെ പുറകെ പൊളിഞ്ഞ ഒരെണ്ണം എടുത്തു വെച്ചു. മറ്റൊരെണ്ണം എടുത്തു വെച്ചപ്പോൾ ഇതങ്ങ് ഇടിഞ്ഞു പോയി. അങ്ങനെ പൊളിഞ്ഞു ഇത് പണിയാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുക. ഉച്ചവരെയായി, രക്ഷയില്ല. അനന്തരം വെയിലടിച്ച് വിയർത്ത അപ്പം പറഞ്ഞു, വേണം എഴുന്നേറ്റ് പോകാന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, ഇല്ലില്ല, ഇത് പണിഞ്ഞു കൊടുക്കാതെ ഞാൻ വരുത്തില്ലെന്ന് ഒറ്റക്കാലെ നിൽക്കുന്ന കുഞ്ഞിനെ നോക്കി അപ്പൻ പറഞ്ഞൊരു വാക്ക് ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. അപ്പൻ പറയുക, കുട്ടേ, ഈ വീട് ഉണ്ടാക്കിയത് ആരാ? ഇത് ഉണ്ടാക്കിയതാരാ? ചിതല. ഇനി അപ്പൻ ഈ വീട് പണിത് കൊടുക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൻ ആരാകണം? ഒരു ചിതലായി മാറിയ ഒക്കത്തുള്ളൂ.
എത്ര പേർ കാര്യം പിടി കിട്ടി? ഹല്ലേലൂയ. മാനവജാതിയുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിപ്പാൻ അവൻ ചെയ്തു വന്ന ഓരോന്നും പൊളിഞ്ഞു പോയി. അവൻ എത്ര ശ്രമിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ അമ്പേ പരാജയം സമ്മതിച്ചപ്പോൾ സാമയം സകല മഹത്വത്തോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായ ഒരു ചിതലിനെ പോലെ മാനവജാതിയുടെ പാപത്തെ മോചിപ്പിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മാനവജാതിയുടെ പാപത്തിനു വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ തന്റെ പ്രാണനെ വെച്ചു കൊടുത്താവ് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടയ്ക്കപ്പെട്ടു. ഒക്കെ നമ്മൾ ചിന്തിച്ച വിഷയം. മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് അന്ത്യകൽപ്പന കൊടുത്തു. നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അനന്തരം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് കയറിപ്പോയി. അവിടെ മുതൽ നമ്മുടെ ചിന്ത ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. മാളിക മുറിയിൽ കയറിപ്പോയി. പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം ദിവസം പറയുന്നു. മുഴക്കം കേട്ട് നാനാ വിഭാഗക്കാരവിടെ വന്നുകൂടി. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും തീ നാവ് പോലെ അവരുടെ മേൽ പതിഞ്ഞു. അവർ അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ ഒരു ചിന്ത പറയാതെ വയ്യ. ഒരിക്കൽ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചെന്താ? അവിടെ പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷയിൽ സ്തുതിച്ചെന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നല്ലോ. അതെ, അവര് അവിടെ പറഞ്ഞ അന്യഭാഷ അവിടെ കൂടി വന്നവർക്കെല്ലാം അവരവരുടെ ഭാഷയിലും മനസ്സിലായി. നിങ്ങൾ ഈ കലവിലവില എന്ന് പറയുന്നത് ആർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ അവിടെയും എല്ലാവർക്കും മനസ്സിലായില്ല. മിണ്ടുന്നില്ല. അവിടെ എല്ലാവർക്കും മനസ്സിലായെന്ന് പുസ്തകത്തിൽ അവിടെ കൂടി വന്ന ഒരു ഗ്രൂപ്പിന് കാര്യം മനസ്സിലായി, എല്ലാവർക്കും അവരവരുടെ ഭാഷയും മനസ്സിലായി. വേറൊരു ഗ്രൂപ്പ് മാറി എന്നിട്ട് പറഞ്ഞു, ഉമ്മാര് വെള്ളം അടിച്ചിട്ടെങ്ങാണ്ട് പുലുപുലു പറയുവാണ്, വീഞ്ഞു കുടിച്ചു മൊത്തം കാര്യം. അവന്മാർക്ക് ഒരു പിണ്ണാക്കും മനസ്സിലായില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അന്നും എല്ലാവർക്കും മനസ്സിലായില്ല, ഇന്നും എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ മറുവശം കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു, അവൻ ആത്മാവിൽ സംസാരിക്കുന്നു. അടുത്ത വാക്ക്, ആരും വേദപുസ്തകം തിരിച്ചറിയത്തില്ലെന്ന് പറയുമ്പോൾ നിനക്ക് തിരിച്ചറിയണമൊക്കെ എന്ന് പറഞ്ഞ പിന്നെ പോയി. അപ്പൊ അതിനോട് ചേർത്ത് പെന്തിക്കോസ്തുകാരോടൊന്ന് പറയാം, കൊരിന്ത് സഭയിൽ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മറുവശം കൂടെ ഉണ്ട്, അതും കൂടെ കേട്ടോടും. കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ലേഖനത്തിലൂടെ ഓർപ്പിച്ചത് അന്യഭാഷ പറയാനുള്ള ലൈസൻസ് അല്ല, അതെങ്ങനെ പറയണമെന്നുള്ള നിയന്ത്രണമാണ് കൊരിന്ത് സഭയ്ക്ക് കൊടുത്തത്. വളരെ അടുക്കും ചിട്ടയോടെ നിയന്ത്രണം കൊടുത്തു സഭയ്ക്ക്. ഇന്ന നിലയിൽ അങ്ങോട്ട് പറഞ്ഞു വേണം. അതല്ലെങ്കിൽ അവിശ്വാസിയായ ഒരുത്തൻ എങ്ങാനും ആമെ സഭയ്ക്കകത്തോട്ട് കയറി വരുമ്പോൾ എല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ ആക്കിയാൽ നിനക്ക് വട്ടം ഉണ്ടെന്നും പറഞ്ഞാൽ പോകത്തില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. എന്റെ ഭാഷയല്ല, നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറയത്തില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ചന്ത ഉചിതമായി നടക്കണം, ബോധം കെട്ട പോലെ നടക്കണം. സ്തോത്രം. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താ? കാര്യമുണ്ട്. ഇന്ന് വൈകുന്നേരത്ത് എന്റെ കൈവശം ഒരു വീഡിയോ ക്ലിപ്പ് ലഭിച്ചു. ഞാൻ ആ വെളിയിലിരുന്ന് നോക്കുകയായിരുന്നു. ആത്മാവ് കയറിയിട്ട് ഒരുത്തൻ ഇരുന്ന കസേര എടുത്ത് കയ്യെ പിടിച്ചുകൊണ്ട് അടിക്കുക, പ്രാപിക്കുക. യോഗം കഴിഞ്ഞ് വേണം നിങ്ങൾ വാങ്ങാൻ തരാം.
ഇരുന്ന കസേര എടുത്തിട്ട്, എന്നിട്ട് ആ കസേര തോളെ കൂടെ എടുത്തിട്ടോണ്ട് നടക്കുക പ്രാപിക്കുക. ആരാ പാസ്റ്റർ ഈ ഒരുത്തനെന്നാ? പിന്നി സ്റ്റീഫൻ. ഇത് പിന്നിയൊന്നും അല്ല, ആ സ്റ്റീഫൻ അല്ല. ആ സ്വത്രം. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ മർക്കോസിന്റെ മാളികമുറിയിൽ കയറിപ്പോയി. പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വന്നു. ആത്മാവ് നിറഞ്ഞവരായി. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സഭയൊക്കെ ഇന്ന് വേറെ ഏതോ ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിച്ച് വചനത്തിന് വിരുദ്ധമായത് പറഞ്ഞെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചോദിക്കാം, തിരുത്താൻ. നാളെ ഞാൻ തിരുത്തി പ്രസംഗം ചെയ്യാം. പക്ഷെ പരിശോധിക്കണം, അടിസ്ഥാനം വചനമായിരിക്കണം. ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആത്മാവ് നിറഞ്ഞവനായി ഒരുവൻ പ്രസംഗിക്കാൻ ഇറങ്ങി. ആര്? പത്രോസ്. പത്രോസ് ഇറങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മാനവജാതിയുടെ പാപം സ്വന്തം ചുമലിൽ വഹിച്ച് കാൽവരിയുടെ കൊലക്കളത്തിൽ അവൻ അറുക്കപ്പെട്ടു. എന്നാൽ അവൻ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു. യേശു തന്നെ. ഒന്ന് പറ, ഉറക്കെ പറ. യോഹന്നാന്റെ ലേഖനം അത് ഒന്നുകൂടെ തറപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം മണ്ടിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അമ്മേ മണ്ടിക്കോ. വിശ്വാസം എന്നതോ ഞങ്ങൾ തീരും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു എങ്കിലും ഇതൊക്കെ നമുക്കറിയാം. യോഹന്നാന്റെ ലേഖനം പറയുകയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. വാക്ക് ശ്രദ്ധിക്കണം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു തന്നെ ക്രിസ്തു. ഹല്ലേലൂയ. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. ശ്രദ്ധിക്കണം. യേശു തന്നെ ക്രിസ്തു എന്ന വേദപുസ്തകം അടിവരയിട്ട് പ്രസ്താവിക്കുമ്പോൾ റൈസൻ തോമസ് എന്ന് പറഞ്ഞ ഒരുത്തന് വെളിവുകേടുണ്ടായി. യേശുവും ക്രിസ്തുവും രണ്ടാണ്. ആമേൻ. ഉണ്ടെന്നില്ലല്ലോ. 3 ദിവസം ഉണ്ട് കുഞ്ഞെ, തീർത്തടിച്ചു ഇവിടുന്ന് പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. കാര്യമുണ്ട്. ഞാനൊരു 1-2 വർഷമായി ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പേരിൽ പലരും എന്നെ വിരോധിച്ചു. ഫേസ്ബുക്കിനകത്ത് എന്റെ ഫ്രണ്ട്സ് ആയിരുന്ന പലരും എന്നെ അൺഫ്രണ്ട് ചെയ്തു. അവൻ ശ്രദ്ധിക്കണം. പക്ഷെ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എനിക്ക് വരുന്ന മെസ്സേജുകൾ എന്നോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ്. കാര്യം തമ്പുരാൻ വെളിപ്പെടുത്തി. തമ്പുരാന്റെ നീതി ദൈവം വെളിപ്പെടുത്തി. ആത്മാവിന്റെ പേരിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും ഭൂലോകത്തൊക്കെ ജനം കണ്ടു. ഇപ്പം മെസ്സേജ് അയക്കുക, പാസ്റ്ററെ ക്ഷമിക്കണം, വിടരുത്, തീർത്തടിച്ചോളൂ. ഞാൻ പറയാൻ, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അടിച്ചോണ്ടിരിക്കുക, നീ നിന്റെ ഓടി നോക്കാൻ പറഞ്ഞു. ആമേൻ. കാര്യം എന്തെന്നറിയാമോ? ഇതൊക്കെ പറയുമ്പോ പലർക്കും ഇഷ്ടമല്ല. ഒരു വശത്ത് എന്നെ കാണുമ്പോ കെട്ടിപ്പിടിച്ച്, ഓ മോനെ നീ ഈ കാലഘട്ടത്തിന്റെ പൗലോസാണ് എന്ന് പറഞ്ഞ് എനിക്കിട്ടൊരു ചുംബനവും തന്നേച്ച് അടുത്ത ആഴ്ച നോക്കിയപ്പോൾ ദുരുപദേശകന്റെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചാടുന്നു. ഇവനെന്നെ ചുംബിച്ചു പോയല്ലോ എന്നാ എന്റെ പേര്. യൂദായുടെ പരമ്പരയിൽപ്പെട്ടവനായിട്ട്. സ്തോത്രം. കയ്യൊന്നും നോക്കണ്ട, പാസ്റ്റർമാരുടെ കാര്യമാണ്. ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് ഇറങ്ങി നിന്ന് പ്രസംഗിച്ചപ്പോൾ പ്രവൃത്തി 2:37 വായിക്കാൻ. വായിക്ക 2:37. 37 വായിക്ക.
നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് പത്രോസ് എന്ന് ഇതിനകത്തിരിക്കുന്ന ആർക്കും സംശയമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങളെല്ലാം അത് അംഗീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മ നിറവുമായി പത്രോസ്ലീഹ ഇറങ്ങി നിന്ന് പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചാൽ എന്തുകൊള്ളും? നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ഇക്കിളി ഉണ്ടെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം. ഉണ്ടോ? ആ, വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ആരും കാണിക്കുന്നില്ല. ഞാൻ കവലെ പ്രസംഗിക്കുന്ന ആൾ എത്ര സ്റ്റാൻഡേർഡൊക്കെ അമ്മേ കാര്യം പറയുന്നതൊക്കെ മനസ്സിലാക്കിയാൽ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. കുത്തുകൊള്ളാൻ കാരണം ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ആമേൻ. സത്യവച്ച മാംസങ്ങളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം അകത്തെ കാഞ്ഞു തുളച്ചു കയറി. കുത്തുകൊണ്ടവർ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഒന്നുകിൽ ഈ പാസ്റ്ററെ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളിയിൽ പോകും. അതും അല്ലെങ്കിൽ അടുത്തടുത്ത് വേറെ കൊട്ടു തുടങ്ങും. ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും പാസ്റ്റർ എങ്ങനെ ഇവിടെ ഇരിക്കുന്ന എന്റെ എപ്പോഴേ മാറ്റേണ്ടത്? ദൈവകൃപ. സ്തോത്രം. ആമേൻ. കേൾക്കുന്നുണ്ടോ? അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവര് കമ്മിറ്റി കൂടിയില്ല. ആമേൻ. 50 പേരുള്ള ദൈവസഭയിൽ 15 എണ്ണത്തിന് കുത്തുകൊണ്ടു, 35 കൊണ്ടില്ലല്ലോ. എന്താ 15 കൊണ്ടേ? നിന്റെ കൈ സൂത്രം ഇരിക്കുന്നോണ്ടാ നിനക്ക് കൊണ്ടേ. ഇന്ന് കുത്തുകൊള്ളത് ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചോ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. മദ്യപാനി നിനക്ക് കൺചുവപ്പ്, കലഹം, നിനക്ക് അടി ഇടി, നിന്നെ ആണി പോലെ നിന്നെ തിരിഞ്ഞു കൊത്തും എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്യം എടുത്ത് ഞാൻ ഇവിടെ പ്രസംഗിച്ചെന്നിരിക്കട്ടെ, ഉദാഹരണം പ്രസംഗിച്ചെന്നിരിക്കട്ടെ. ഇത് കൊള്ളുന്ന ആർക്കായിരിക്കും? അങ്ങോട്ട് ഇറങ്ങണം. എന്നാലും പുള്ളി മദ്യപാനി കൺചുവപ്പും അണലി കുത്തും എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുന്നെങ്കിൽ ആരായിരിക്കും ചോദിക്കുന്നത്? പാസ്റ്റർമാർ ചോദിക്കോ? വിശ്വാസികൾ ചോദിക്കോ? പിന്നെ ആരായിരിക്കും ചോദിക്കുന്നത്? ഉറക്കെ പറയാൻ അങ്ങോട്ട്. മദ്യം കഴിക്കുന്നതല്ലേ ചോദിക്കോളൂ. എന്നാലും പുള്ളി അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ തോന്നിട്ട് പറയും, എന്നാലും ആ പുള്ളി അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഓർത്തോണം ഇവൻ ആ ടൈപ്പാ. അത് മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ്. നിങ്ങൾ അടുക്ക വരും. സ്തോത്രം. ബാക്കിയുള്ള ഒരു ആത്മാവ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കള്ളുകൂടിനെ കുറിച്ച് പറഞ്ഞാൽ പാസ്റ്റർമാര് നിങ്ങളൊന്നില്ല ഇത് പറയുന്നത് ചോദിക്കത്തില്ല. അവർ പറയും സ്തോത്രം സ്തോത്രം കൊടുക്കണം, കുടിയന്മാരല്ല മാനസാന്തം, അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതുപോലെ ഉപദേശ വിഷയം പറയുമ്പോൾ ഒരുത്തനെ അകത്ത് കൊള്ളുന്നെങ്കിൽ ഇവൻ അതിനകത്ത് വീട് കിടക്കുക. അതുകൊണ്ട് ഇവൻ 10 പേരെ കൂട്ടുപിടിച്ചിട്ട് പറയും, നീ ഓർത്തോണം ഇവന്റെ ആറ്റം പോകുമ്പോ ഇവൻ സ്വത്രവും. അതുകൊണ്ട് ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് അങ്ങനെയുള്ളവർ വല്ലതും വന്നിട്ടുണ്ടോ. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവര് ചോദിക്കുക, കുത്തുകൊണ്ടവരെല്ലാം കൂടെ സഹോദരന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം? അവിടെ നിർത്തി ഞാൻ ചിന്തയിലേക്കൊന്ന് മാറാൻ പോവുക. സഹോദരന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവമക്കൾ ഇന്ന് പഠിച്ചു വച്ചിരിക്കുന്ന വികലമായ ചിന്താഗതികൾ ഇവിടെ മാറണം. ഇവിടെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് വാക്കു പറഞ്ഞത് യേശുക്രിസ്തു ആണെങ്കിൽ എന്തിനയക്കുമെന്നും തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ. വളരെ ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഇന്ന് വൈകിട്ട് ഞാന് കേരളത്തിലേക്ക് പോകുന്ന ഒരു അച്ചാന്റെ കയ്യിൽ അല്പ സാധനങ്ങളും അല്പ പൈസയും കൊടുത്തു. അതിനാ ജെയിംസ് അച്ചാൻ എയർപോർട്ടിൽ പോയിരുന്നു, വൈകി വന്നത് കൊണ്ട് കൊടുത്തു വിട്ടപ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇത് കൊണ്ടുവരും, അത് ഇന്നത് ചെയ്യണം, ഇന്ന കൊടുക്കണം, ഇന്നത് വണ്ടിയുടെ അത് ഫിനാൻസ് അടയ്ക്കണം, അത് ഇന്നത് ഇൻഷുറൻസ് അടയ്ക്കണം, അതവിടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊടുക്കണം, ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറ്റുന്നയാള് ഇത്
റിസീവ് ചെയ്യുന്ന ആള് അയച്ചയാള് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അല്ലാതെ ഇതെല്ലാം വലിച്ചു വാരി ആർക്കെങ്കിലും കൊടുത്താലോ മുട്ടുന്നില്ല. സ്വത്രം ഉദ്ദേശം നടക്കത്തില്ല, വിഷയം വേറെ ഉണ്ടാകും. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലേ ബാക്കി. അപ്പൊ സംഗതി മനസ്സിലാക്കണം, അയച്ച കർത്താവ് അയക്കുന്നത് എന്തിനാന്ന് നല്ല അടുക്കും ചിട്ടയോടെ പുസ്തകത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. വായിക്ക് യോഹന്നാൻ 14:26 വായിക്ക. ഇപ്പൊ പറഞ്ഞുതരാം എത്ര പേർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. നിൽക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ ഒന്ന് നിങ്ങളെ ഉപദേശിക്കും. വ്യാഖ്യാനമൊന്നും കൂടെ വേണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ ഉപദേശം പറഞ്ഞു തരും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ സീരിയലിലെ പെണ്ണ് പെറ്റതല്ല പറയുന്നത്, നീ ഉപദേശം പറയും. അയ്യോ പാസ്റ്റർ എന്താ അങ്ങനെ പറയാൻ കാര്യമുണ്ട്. നാട്ടിലൊരു പെന്തക്കോസ്ത് അമ്മച്ചി ഒരു ദിവസം സന്ധ്യ ആയപ്പോൾ പരിസരത്തെല്ലാം ലഡു വാട്ടി ചെന്നു. അത് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു, എന്നാ അമ്മ വിശേഷം? ഇടിയില്ല എന്തുകൊണ്ട് സീരിയലിന്റെ പേര് പറഞ്ഞിട്ട് അതിലെ പെണ്ണ് പ്രസവിച്ചിടിയുന്നു. അവര് ചോദിച്ചു സീരിയലിലെ പെണ്ണ് പ്രസവിച്ചാൽ എന്തിനാ? അമ്മച്ചി ലഡു ലഡി പോന്നെ നമ്മളൊക്കെ 10 മാസം ചുമന്നിട്ടുള്ളൂ, അവള് 2.5 വർഷമായി ചുമക്കുക. മെഗാ സീരിയൽ 2.5 വർഷമായപ്പോഴാണ് പ്രസവിച്ചെന്ന്. അപ്പൊ 2.5 വർഷമായി അമ്മച്ചി. അതാ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാതെ പ്രസവിച്ച വിഷയമല്ല എന്റെ വിഷയം. ഇവര് കൃത്യമായി പ്രസവിക്കുന്നത് നോക്കി 2.5 വർഷമായിട്ട് ഇരിക്കുക. അതിന്റെ ആനന്ദമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നീ ഉപദേശം പറയും. ഉപദേശം പറയുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. 2, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യും, ഓർമ്മപ്പെടുത്തും. ഞാനെന്ന് പറഞ്ഞത് ആര്? ഷമീറാണോ? അല്ല, യേശു ക്രിസ്തു നമ്മോട് പഠിപ്പിച്ചത് നമ്മെ ഓർമ്മപ്പെടുത്തും. യേശു പഠിപ്പിച്ചെന്താ? വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. നീ എന്റെ സന്നിധിയിൽ യാഗം കഴിക്കാൻ വരുമ്പോൾ നിനക്ക് നിന്റെ സഹോദരനോട് വല്ല കയ്പുണ്ടെന്ന് തോന്നിയാൽ നീ യാഗവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി നിരപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് നീ യാഗം കഴിക്ക. യേശുവിന്റെ കൽപ്പനയാ ഇത്. ഓരോ ആഴ്ചയിലും നീ യാഗം കഴിക്കാൻ വരുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇത് നിന്നെ ഓർമ്മപ്പെടുത്തും. നീ ഇതിവിടെ വെച്ചിട്ട് നിരപ്പ് പ്രാപിക്കണോ? നിരപ്പ് പ്രാപിക്കും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ. അതില്ലെങ്കിൽ നീ വിശുദ്ധ ചുംബനം ചെയ്തുകൊണ്ട് പറയും വെച്ചിട്ടുണ്ടടി, കൈ കൊടുത്തോണ്ട് പറയും അടുത്ത കമ്മിറ്റിക്ക് ആവട്ടെ, നിന്നെ അടുത്തോളാം. സ്വത്രം. മനസ്സിലായോ? ഇത് പറയുന്നവന്റെ ഉള്ളിലുള്ള ആത്മാവ് ഏതാന്ന് അങ്ങ് ചിന്തിച്ചാണ്. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ? കർത്താവിന്റെ കൽപ്പനകളെ നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനി 15:26 വായില് എന്നെ കുറിച്ചെന്ന് പറഞ്ഞാൽ ആരെ കുറിച്ച്? പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നീ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവനോട് പറയും. നിന്റെ വിടുവിച്ച യേശുവിനെ കുറിച്ച് നീ പറയും. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവനോട് നിന്റെ യേശുവിനെ കുറിച്ച് നീ പറയും. നീ റൈഡ് കൊടുക്കുന്നവനോട് നിന്റെ യേശുവിനെ കുറിച്ച് നീ പറയും. നീ പഠിക്കുന്നിടത്ത് നിന്റെ യേശുവിനെ കുറിച്ച് നീ പറയും. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നീ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അല്ലാതെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുകയും ചെയ്യും, അണ്ണാക്കിലിട്ട് കുത്തിയ ഒരു സ്വത്രം പോലും പറയുന്നു. ചിലരുടെ ചിന്ത തന്റെ ഇടം ഉണ്ട് എന്നെ കൊണ്ടൊന്ന് പറയിക്കടാന്ന. ഒരു സ്വത്രം പറയത്തില്ല. അല്ലല്ലോ നാട്ടിലും അങ്ങനെ. നേഴ്സ് ഹെഡ് നേഴ്സ് ആയാൽ പിന്നെ കുത്തി വെക്കത്തില്ല. പിന്നെ ജൂനിയേഴ്സ് കുത്തുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ നോക്കി വിടത്തേ ഉള്ളൂ.
അതാ വിശ്വാസത്തിൽ സീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കയ്യടിയും. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടോ? നീ അധരം തുറന്ന് കർത്താവിനെ കുറിച്ച് പറയും. സ്തുതിക്കും. അവന്റെ നാമം നിന്റെ നാവിൽ എപ്പോഴും ഇരിക്കും. ഞങ്ങൾ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും അവന്റെ നാവിന്മേലിരിക്കും. പരിശുദ്ധാത്മാവുള്ളവന്റെ തെളിവാ. സ്വത്രം പരിശുദ്ധാത്മാവുള്ളവന്റെ തെളിവാ. ആമേൻ. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. 16:8 വായിക്കാൻ. അവൻ നിങ്ങളുടെ പേർ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ഈ വാക്ക് ചിലപ്പോ നമ്മളങ്ങ് വിഴുങ്ങും. പെന്തിക്കോസ്തുകാർക്കുള്ള കുഴപ്പമാണ്. ഈ കഷണം നമ്മളങ്ങ് വിഴുങ്ങും. എന്നിട്ട് എപ്പോഴും പറയുന്നത് എന്തോന്നറിയോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ആർക്ക്? അത് പറയത്തില്ല. അതായത് നിന്റെ ദൂത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നീ ലോകത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്ന്, മനുഷ്യ നീ പാപിയാണെന്നും ആദാമ്യ പാപത്തിന് നീ അടിമപ്പെട്ടെന്നും നിന്നെ വിടുവിപ്പാൻ നീതിയായ ക്രിസ്തു വെളിപ്പെട്ടെന്നും അവനിൽ വിശ്വസിക്കാത്തവന് ഒരു ന്യായവിധി വരുന്നുണ്ടെന്നും ലോകത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കുന്നവനാരോ അവന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. ഒറ്റ വാക്ക് ചുരുക്കി കൂട്ടി പറഞ്ഞാൽ സുവിശേഷം പറയും. ഇതൊന്നും ചെയ്യാതെ തലയ്ക്കകത്ത് വന്നിരുന്ന് 2 തമ്പാർ അടിച്ചു പൊട്ടിച്ച് 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചെന്നും പറഞ്ഞ് തലയും കുത്തി പറഞ്ഞ് ഓട്ടം തുള്ളൽ നടത്തി ഗ്ലാസിന്റെയൊക്കെ ചവിട്ടി പൊട്ടിച്ച് കുട്ടിക്കരണം പറഞ്ഞ് പൊട്ടട്ടെ എന്ന് പറഞ്ഞ നിന്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് പുസ്തകത്തിൽ എവിടാണോ തെളിവ്? വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നിന്റെ മേൽ ആത്മാവുണ്ടെങ്കിൽ ഈ 1, 2, 3 എന്ന് എഴുതി വെച്ച ഈ കാര്യങ്ങൾ നിന്റെ ലൈഫിൽ നടക്കണം. അപ്പോഴാ യേശു പറഞ്ഞ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ളത്. എന്താ വിഷയം? അതിന് 13ാം വാക്യത്തിലോ വായിക്ക. 16-13. നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ അവൻ നിങ്ങളെ സകല സൂത്രത്തിലും വഴി നടത്തുന്നുണ്ടോ? സത്യത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ സകല സത്യത്തിലും പാപത്തിൽ നിന്ന് വേർപെട്ടൊരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിച്ചു തരും. സകല സത്യത്തിലും അവൻ നിന്നെ വഴി നടത്തും. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിന്റെ പേര് വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അയക്കുന്ന കർത്താവ് പറഞ്ഞ ഇതിനു വേണ്ടി അയക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ പറയുന്നത് ആത്മാവിനെ പ്രാപിക്ക എന്തിനാ? തലകുത്തി മറിയാൻ. കൊരങ്ങനെ കൊണ്ട് ചുടിയോറ് വാരിച്ചു കുട്ടിക്കർണം പറയുന്ന പോലെ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്നത് അനുസരിച്ച് ദൈവത്തിന്റെ കാര്യസ്ഥനെ പലരും സ്വന്തം കാര്യസ്ഥനാക്കിയിട്ടേക്ക് ഇപ്പോ. വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആത്മാവിന് കീഴടങ്ങിയിരിപ്പീൻ എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇവിടെ പലരും ആത്മാവിനെ അനുസരിപ്പിക്കാൻ നോക്കുക. കേറട്ടെ പോരാ കേറട്ടെ ഇറങ്ങട്ടെ. ഇവൻ പറയുമ്പോ കേറാനും ഇറങ്ങാനും പിന്നെ കൂട്ടുവേലക്കാരനോ? പരിശുദ്ധ കളിയല്ലോ. തത്വത്തിൽ ആളത്തമാകുന്ന പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന അതേ ഭയത്തോടെ നീ ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങിയും ഭയപ്പെട്ടും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചും ജീവിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം ആഹ്വാനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിനക്ക് തോന്നുന്ന രീതിയിൽ കോക്രി കാണിച്ച് കോമാളിത്തരം കാണിച്ച് നടത്താനല്ല വേദപുസ്തകം പരിശുദ്ധാത്മാവിനെ നൽകിയത്. ആരാച്ചാ ഇതിനെ ഇങ്ങനെയൊക്കെ ആക്കിയത്? എനിക്കറിയത്തില്ല. ആ മർക്കോസിന്റെ മാളികമുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ ഇറങ്ങിയത് മുതൽ വെളിപ്പാടിൽ അവസാനിക്കുന്നത് വരെ പലരും ആത്മനിറവിലായിട്ടുണ്ട്, ആത്മവിവശതയിലായിട്ടുണ്ട്, ആത്മപൂർണരായിട്ടുണ്ട്. അതിൽ ഒരെണ്ണവും ബോധം കെട്ടോടിയതായിട്ട് വേദപുസ്തകത്തിലില്ല. പിന്നെ നിനക്ക് എവിടുന്ന് കിട്ടി?
Praise the Lord. ഇവിടെ ഇത്രയും പേരിരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കുന്ന ബാബുച്ചായന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല വെളിച്ചമുണ്ട്, വെട്ടമുണ്ട്, ഇത്രയും സംഭവം ഒക്കെ ഉണ്ട്. എന്നാലും പുറകിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കാതെ വന്ന് ബാബുച്ചായന്റെ അടുത്ത് ഇട്ടോ എന്ന് പറഞ്ഞാൽ ബാബുച്ചാൻ ഒന്ന് ഞെട്ടത്തില്ലയോ? ഒന്ന് ഞെട്ടും. പറയുന്നതിന്റെ ആ ആശയം ശ്രദ്ധിക്കണം. ഇത്രയും പേരും ഈ വെട്ടവും വെളിച്ചവും ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും ഒന്ന് ഞെട്ടുമെങ്കിൽ പത്മോസിന്റെ ഏകാന്തത, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് തലയോട്ടികൾ ചിതറിക്കിടക്കുന്ന അസ്ഥി കൂമ്പാരങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ശ്മശാന മൂകമായ പത്മോസ്, മരണഭീതി പെയ്തിറങ്ങുന്ന പത്മോസിന്റെ ഏകാന്തതയിൽ കർത്തൃ ദിവസത്തെ ആത്മവിവശതയിലായ യോഹന്നാന്റെ മുമ്പിൽ അവൻ ഒരു തള്ളലല്ല, ഒരു ട്രോയല്ല, തകർക്കുന്ന ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ട് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന രംഗം മാറോട് ചാരിയിരുന്ന യേശുവിനെയല്ല, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായ ആ യേശുവിനെയാ യോഹന്നാൻ കണ്ടത്. മരണം പെയ്തിറങ്ങുന്ന പത്മോസിൽ പ്രതീക്ഷിക്കാത്ത മുഴക്കം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സൂര്യനേക്കാളും വെല്ലുന്നുള്ള തേജസ് അടിച്ചപ്പോൾ യോഹന്നാൻ പേ പിടിച്ച പോലെ പറഞ്ഞ ആത്മാവ് ബാധിച്ച് പത്മോസിൽ കടന്ന് ഓടിയെന്ന് വേദപുസ്തകത്തിലുണ്ടോ? തേജസ്സിന്റെ രൂപം കൺമുന്നിൽ വെളിപ്പെട്ടിട്ടും മരിച്ചവനെ പോലെ വിറച്ചും കൊണ്ട് നാഥാന്ന് വിളിച്ചവന്റെ പാദപീഠത്തിൽ ഇരുന്നല്ലാതെ അവിടെ വെളിവ് കെട്ടോടിയതായിട്ട് പുസ്തകത്തിലില്ല. തേജസ്സിന്റെ രൂപം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെട്ടിട്ടും ആത്മവിവശതയിലിരുന്നവൻ ബോധം കെട്ടോടിയില്ലെങ്കിൽ എവിടാണ്ട് ആരാണ്ടിട്ടൊരു ജുബായുടെ അറ്റം കണ്ടെന്നും പറയും. നീ കടന്നെന്തിനായി ഓടുന്നു? പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്. തീത്തോസിന്റെ ലേഖനം കാറ്റഗറി തിരിച്ചെഴുതിയേക്കോ അല്ലയോച്ചാ? ബാലന്മാരെ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുക, യൗവനക്കാരെ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം, ഔവണ്ണം തന്നെ വൃദ്ധന്മാരും സുബോധമുള്ളവരായിരിക്കണം. കാറ്റഗറി തിരിച്ചെഴുതിയിരിക്കുക. ഇതൊക്കെ വിട്ടേച്ച് ആത്മാവിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, പിശാച് അലറുന്ന പോലെ അലറുക, ചേക്ഷി ചിരിക്കുന്ന പോലെ ചിരിക്കുക, ഓട്ടം തുള്ളി മറിയുക, ആത്മാവിന്റെ പേരിൽ കസേര എടുത്ത് അടിക്കുക, അവന്റെ മൂക്ക് വിഴിഞ്ഞ തൂവാലയെടുത്ത് പെണ്ണുങ്ങളെ മോന്തയ്ക്കോട്ട് എറിയുക, ഊതി വീഴ്ത്തുക. 3-4 ദിവസം പല്ല് കേൾക്കാതെ ഊതി ആരും വീഴ് വെച്ച നാറ്റുപടിച്ച് വീഴുക. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്നൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ ചില പാത്രന്മാരെന്ന് പറയുന്ന അവന്മാര്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവൻ പറയുന്ന വാക്കെന്തോന്നറിയോ? പക്ഷേ നമ്മള് ഈ ഇതൊക്കെ പറയുന്നെങ്കിലും ഏതൊക്കെ വചനം നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും ഓങ്കിച്ചോ ചെയ്യുന്നു. ഓങ്കിച്ചോ ആര്? ബെന്നിഗിനാര്? പുസ്തകത്തെ ഉണ്ടോ? ബെന്നിഗൻ നാളെ വെള്ളം അടിച്ചാൽ നിങ്ങളെല്ലാം പോയി വെള്ളം അടിക്കൂ? ബെന്നിഗൻ ചെയ്തു പോലും പുസ്തകത്തിൽ ഇല്ലാത്ത ആര് ചെയ്താലെന്നാ? അഡ്രസ് ഉള്ളവൻ ചെയ്താൽ കുഴപ്പമില്ല. പേരിന്റെ അറ്റത്ത് എം എ വെച്ചോണ്ട് കിടക്കുന്ന എം എ വർഗീസ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ കിട്ടിയ ഒരു വീഡിയോ ക്ലിപ്പ്. അങ്ങനെ പറയുക, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ അഗാധകൂപം തുറന്നു, പുക പൊങ്ങി, പുകയിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെട്ടു. വീഡിയോ കൊണ്ട് തരാം. പറഞ്ഞ വാക്ക് അത് സദ്ദാം ഹുസൈന്റെ കാലത്ത് നടന്നു. വെളിപ്പാട് 8. അഗാധകൂപം എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയാവോ? എന്തുവാ? അന്ന് ഇത് എഴുതിയ കാലത്ത് യോഹന്നാൻ കണ്ട കിണറെന്ന് പറയുന്നത് 3 അടിയുള്ള കിണറാ. ആര്? യോഹന്നാൻ. പുള്ളി ആകെ കണ്ടിട്ടുള്ളത് 3 അടിയുള്ള കിണറാ. അപ്പം സദ്ദാം ഹുസൈൻ കുഴിച്ച കുഴിയുടെ വലിപ്പം എത്ര? 8 കിലോമീറ്ററാ. ഇത് കണ്ടേച്ച് യോഹന്നാൻ എന്തോ എഴുതണം, അതുകൊണ്ട് എഴുതി അഗാധകൂപം.
പുക പൊങ്ങി. എന്നാ 8 എണ്ണക്കിണർ അങ്ങാണ്ട് ഒന്നിച്ചങ്ങാണ്ട് കത്തിച്ചെന്നോ പുക പൊങ്ങി. 1 വർഷം കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോ, ഞാനല്ല അങ്ങേര്, കുവൈറ്റിൽ ചെന്നപ്പോ ആ 1 വർഷമായിട്ടും പുക മാറിയിട്ടില്ലെന്ന്. ഇനി അതിൽ നിന്ന് പൊങ്ങി വന്ന വെട്ടുക്കിളി എന്തുവാ? അന്ന് യോഹന്നാൻ ആ വെട്ടുക്കിളി എന്ന് എഴുതി. എന്തുവാ സംഗതി? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ. അത് കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എനിക്ക് എപ്പോഴും ഒരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടായിരുന്നു, ഈ യോഹന്നാൻ സ്നാപകൻ വെട്ടുക്കിളിയും തേനും കൊണ്ട് ആ ഉപജീവനം കഴിച്ചു എന്ന്. അപ്പൊ അന്ന് എനിക്കൊരു ചിന്ത, ഈ വെട്ടുക്കിളിയും തേനും കഴിച്ചാൽ വിശപ്പ് മാറും. ഇപ്പോഴാ മനസ്സിലായത് പുള്ളി തിന്നത് ഹെലികോപ്റ്റർ ആയിരുന്നു. അല്ല, പേരിന്റെ അറ്റത്ത് എമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങ് ദഹിക്കുമല്ലോ. സിംഹത്തിന്റെ മുഖം പോലെ ഒരു കുതിര പുറപ്പെട്ടു. ആ വെട്ടുക്കിളി ഹെലികോപ്റ്റർ ആണെങ്കിൽ സിംഹത്തിന്റെ മുഖമുള്ള കുതിര എന്നാടാ? പാറ്റണ്ടാങ്ക്. ഇന്ന് കർത്താവ് ഇന്നുണ്ടായിരുന്ന ചാട്ടവാറല്ല, AK-47 എടുത്ത് അവന്റെ നെഞ്ചത്ത് വെടിവെച്ചു പോയല്ലേ. അമ്മേ, വിവരക്കേട് വിളിച്ചു പറഞ്ഞു. അതിന് വേണ്ടേ വെളിപ്പാട് 8-ാം അധ്യായം സദ്ദാം ഹുസൈന്റെ കാലത്ത് നടന്നെങ്കിൽ പിന്നെ സഭ എപ്പോഴും ഇവിടെ ഇല്ല. സഭ ഇപ്പോഴും ഇവിടെ കിടക്കുക. 7-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുക വെളിപ്പാടിൽ. സ്വത്രം 8 മുതൽ 18 വരെ മഹോപദ്രവകാലം. പഠിച്ച് ഡിഗ്രി കൂടി പാട്ടായതാ. അവരെ പ്രസംഗിക്കുന്നു പറയുമ്പോൾ അതിന് അഡ്രസ് ഇല്ല. ശാസ്ത്രജ്ഞനല്ലേ ബാംഗ്ലൂരില്ലേ, ഇവിടെയൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ട. പോയി ഇതിന്റെയൊക്കെ അടുത്ത് തല വെച്ചു കൊടുക്കുന്ന ഒരെണ്ണത്തെ ദൈവസഭയ്ക്കകത്ത് കേട്ടത്. ഇവിടെ ഭൂതത്തെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് വരാം. നിങ്ങൾ കമ്മിറ്റി കൂടെ നാളെ പ്രസംഗിക്കണ്ടെന്ന് പറ. വേണ്ട, എനിക്ക് നാളെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ ഞാൻ ഇരിക്കുന്നത്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. അഡ്രസ് ഉള്ളവന്മാർ കയറി എന്ത് വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാലും സകലതും ശോധന ചെയ്യണം. വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയോ എന്ന് തിരുവെടുത്ത് പരിശോധിച്ച് നല്ലത് മുറുകെ പിടിക്കണം, വേണ്ടാത്തത് വിട്ടുകളയണം. ഇത് അന്ത്യകാലമായത്. രക്തബന്ധങ്ങളെ, ചാർച്ചക്കാരെ, കൂട്ടുകാരെ, കുടുംബക്കാരെ ഉപേക്ഷിച്ച്, ഒരു വിശേഷ ദിവസം ഉപേക്ഷിച്ച്, ഒരു സിനിമ കാണുന്നത് ഉപേക്ഷിച്ച്, ഈ പുസ്തക നിമിത്തം നിന്നെയും പരിഹാസവും സഹിച്ചിറങ്ങി തിരിച്ചിട്ട് അവസാനം കൈവിടപ്പെട്ടു പോകരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പേരിൽ വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. മറ്റൊരുത്തൻ റൈസൺ തോമസ് ദൈവത്തിന്റെ പ്രസൻസ്, ഓംനി പ്രസൻസ് പ്രസംഗിച്ചു വന്നിട്ട് പറയുക, എടാ ദൈവത്തിന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്, കള്ളുഷാപ്പിലും ഉണ്ട്. തിയോളജി പഠിച്ച അഭിഷിക്തന്മാരാ അവിടെ ഇരിക്കുന്നത്. ഒമിനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പിലുണ്ടെന്നാണോ? ചോദിക്കും പഠിച്ചവരോട്. ആമേൻ. ഒക്കെ പഠിക്കണം. വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് കേട്ടാലും കൈയടിക്കാൻ വീട്ടിൽ നിന്നേ മനക്കെട്ട് വരുന്ന കുറെ പെണ്ണുങ്ങളും ഉള്ളതാണ്. എന്ത് കേട്ടാൽ പറയുന്നത് എന്താണെന്നൊന്നും കേൾക്കണ്ട. സ്വതന്ത്രം. ഞാൻ ഒരിക്കലും ഒരു സഭയിൽ ചെന്ന് കേട്ട് ഞാൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അപ്പൊ 5-6 ആന്റിമാര് ഇതേ വാക്ക് വള്ളി പുള്ളി മാറാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന പകലോ. 100 ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞു. വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു, വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു, വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു, വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ട് അവർ വിസ്മയിച്ചു. ഇവിടെ 1.25 മണിക്കൂറായി വചനം കേൾക്കുന്നല്ലോ, ആർക്കും ആത്മാവ് വരാതെ എന്താ? സ്വതന്ത്രം. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്.
ആത്മാവാരും ബാധിച്ച ചരിത്രമില്ല. മറ്റൊരുത്തൻ ഇറങ്ങി അമേരിക്കയിലും കറങ്ങി ചില ഇരട്ടത്താപ്പ് ഉപദേശിമാര് ഈ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു. വിജയ് അങ്കൽ അങ്ങനെ പ്രസംഗിച്ചതും എന്റെ കയ്യിലുണ്ട് വീഡിയോ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഉപദേശിമാരെ അല്ല വേണ്ടത്, ദൈവത്തിന് ബാധകളെ ആവശ്യമുള്ളൂ. നീ ഒരു ബാധയാണോ ബാബുച്ചായ? കണക്ക് കെട്ടി നീ ഒരു ബാധയാകണം. നാട്ടുകാർ തല്ലിക്കൊല്ലും ബാധയാകണം. ചങ്ങനാശ്ശേരി നീ ബാധയാകണം, എറണാകുളത്ത് നീ ബാധയാകണം, ബാധയാകണം. ഇത് കേട്ടിട്ടും പിശാച് പിടിച്ച പോലെ അലറിക്കൂവി കണ്ണും കളി നടക്കുന്നത് കണ്ടിട്ടും ചില ഉപദേശിമാരെന്ന് പറയുന്നവൻ ബാധിക്കാൻ പറ്റുമോ? നമ്മുടെ എന്തുവാ അത്? അപ്പോസ്തല പ്രവൃത്തി 24:5 വാക്യാ പുള്ളി പറഞ്ഞത്, ബൈബിളിലുള്ളയാ. വായിക്കും ഉണ്ടോ നോക്ക്, വായിക്കും. 24:5 പ്രവൃത്തി 24:5. മതി നിക്കട്ടെ. ഈ മനുഷ്യനൊരു ബാധയും ആരെ കുറിച്ചാ പറഞ്ഞേ? പൗലോസിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് പുള്ളി കൊടുത്ത വ്യാഖ്യാനം കാലഘട്ടത്തെ പേടിപ്പിക്കുന്ന തലവേദനയാക്കുന്നവനായി ദൈവത്തിന് പൗലോസിനെ ഉപയോഗിക്കാൻ സ്വർഗം ഉപയോഗിച്ച പദം ബാധയെന്ന. അതുകൊണ്ട് നീ ഒരു ബാധയാകണം, നീ ഒരു ബാധയാകണമെന്ന്. ഈ അന്ത്യകാലത്ത് നീ ഒരു ബാധയാകണം. ഇതാ പറഞ്ഞേ. അമ്മേ കേൾക്കുന്നുണ്ടോ? എന്നാൽ 24:1 തൊട്ടൊന്ന് വായിച്ചേ. ആ വ്യവഹാരത്തിനോട് കൂടി വന്ന് പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു. അവനെ വിളിച്ചപ്പോൾ തെർത്തുല്യോസ് അന്യായം വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, പൗലോസിനെ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ പൗലോസിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം, അന്യായം വിളിച്ചു പറയുക. അടുത്ത വാക്ക് വായിക്ക. കണ്ടോ, രാജാവിനെ ഒന്ന് പോക്കി. അങ്ങയുടെ ഭരണം നല്ലതാ, ഞങ്ങൾക്ക് അങ്ങയുടെ ഭരണം കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ പോവാ. അതിന്റെ ഇടയ്ക്ക് ഒരുത്തം വന്ന് കയറിയതായി പറഞ്ഞു വരുന്നത് വായിക്ക. കണ്ടോ, ആദ്യം ഒന്ന് പൊക്കി നല്ല രാജാവിന് എന്ത് ചെയ്തു, അതുപോലെ ഉപ്പ് കെടുത്തി. ചിലരങ്ങനെ ചില കൺവെൻഷനിൽ കണ്ടിട്ടില്ല. അയ്യോ സൂപ്പറുണ്ടോ സെൻട്രൽ പാസ്റ്ററോ കാണാൻ ഇരിപ്പുണ്ടെങ്കിൽ, അയ്യോ പിന്നെ നമ്മുടെ സെൻട്രൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെന്ററിന് വേണ്ടി ആനയാണ് ചേനയാണ് അപ്പടിയാണ് ഇപ്പടിയാണ് എന്ന് പറഞ്ഞ് സ്വോത്ര കാഴ്ചക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചാലും സൂപ്രണ്ടിനെ കുറിച്ച് 10 മിനിറ്റ് പറയാതെ സ്വോത്ര കാഴ്ചക്ക് പ്രാർത്ഥിക്കുന്നു. ഞാൻ എത്ര അനുഭവിച്ചതാ പറഞ്ഞത്, വെറുതെ ഒന്നും പറഞ്ഞല്ല. ഇതിനൊക്കെ പുകഴ്ത്ത കാര്യം എല്ലാം കൂടുമ്പോഴത്തേക്ക് വല്ലതൊക്കെ കിട്ടണം, കൂടി നിൽക്കണം, നമ്മുടെ ആളാന്ന് പറയണത് ഇതിനൊക്കെ വേണ്ടിയാ, അല്ല വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. ആ വായിക്കേ. രാജാവിന് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കി അങ്ങ് പറയാം, ഇവനെ കുറിച്ചുള്ള പരാതി അങ്ങ് കേൾക്കണം. ആ പരാതിയാണ് അടുത്ത വാക്യം. അവൻ ദൈവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു, അവനെ ഞങ്ങൾ പിടിച്ചു. ഇത്രയും കുറ്റം ശത്രുപക്ഷം പൗലോസിന്റെ നേരെ ആരോപിച്ച കുറ്റം. അല്ലാതെ ദൈവം പൗലോസിനെ ബാധയെന്ന് ഒരിടത്തു പോലും സംബോധന ചെയ്തിട്ടില്ല. ഇനി പൗലോസ് അതിനെ എതിർത്തു, പൗലോസ് അത് നിഷേധിച്ചു. വായിക്ക് അതിന്റെ 10-ാം വാക്യം. ഇനി പൗലോസിന് സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയപ്പോൾ പൗലോസ് ഉത്തരം പറഞ്ഞു. എന്താ?
നമസ്കരിക്കാൻ പോയിട്ട് 12 നാളെ അധികമായില്ലെന്ന് നിനക്കറിയാവുന്നതാകുന്നു. ദൈവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബാധയാണെന്ന് ഇവര് പറഞ്ഞല്ലോ. ആ അന്യായം നിന്റെ മുമ്പാകെ തെളിയിക്കാൻ അവർക്ക് കഴിയത്തില്ല. കാരണം ഞാൻ ബാധയല്ല. ഒന്നും വായിക്കാതെ നീ ബാധയാകണമെന്ന് പറഞ്ഞപ്പോ കുറെ എണ്ണം കിടന്നു 100 അടിച്ചു കൊടുക്കുക. ഒക്കെ ജനം ശത്രുപക്ഷം പൗലോസിന്റെ മേൽ ആരോപിച്ചൊരു ആരോപണമാണ് അവനൊരു ബാധയെന്ന്. അങ്ങനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിനെ കുറിച്ച് ജനം ആരോപിച്ചു, ഇവൻ തന്തയില്ലാതെ ജനിച്ചവൻ, തച്ചന്റെ മകൻ, വ്യഭിചാരത്തിൽ പിറന്നവൻ. ചിലർ പറഞ്ഞു ഇവൻ ഭൂതങ്ങളെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും യേശുവിനെ ഭൂതം എന്ന് വിളിക്കും? ജനം ആരോപിച്ചതല്ല വിഷയം. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയും? ജനം പറഞ്ഞാട്ടെ ഭൂതമാണ്. നീ പറയും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി ദൈവരൂപത്തിലിരിക്കെ വേഷത്തിൽ മനുഷ്യനായി എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എനിക്ക് വേണ്ടി പീഡനം അനുഭവിച്ച എന്റെ പ്രാണനാഥനായ ക്രിസ്തു. അതാ സ്വർഗം പറയേണ്ട സാക്ഷ്യം. അല്ലാതെ ഒരു വാക്യത്തിന്റെ അറ്റമെടുത്ത് പൗലോസിനെ സ്വർഗം ബാധയെന്ന് വിളിച്ചു തമ്പുരാൻ വിടുവോ? ന്യായവിധി തമ്പുരാനങ്ങ് തുടങ്ങി ആനയ്ക്ക് വെളുത്തെടുത്തിട്ടോണ്ടിരിക്കുക. എന്നിട്ടും ഇവനൊക്കെ അമേരിക്കയിലുണ്ട്. അതാണ് അത്ഭുതം. സ്തോത്രം. ഫാൻസ് അസോസിയേഷനൊക്കെ ഇവിടെ കാണും. ചിലർ നുഴഞ്ഞു കയറും ഭാഗത്ത്. എന്തിനാ? എന്റെ വചനം കേൾക്കാനൊന്നുമല്ല, ഇവരെന്തൊക്കെ പറയുന്നത് പിടിച്ചെടുത്ത് അവിടെ കൂടെ കൊടുക്കാൻ. ഫാൻസ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ പറയുന്നത് കൊണ്ട് കൊടുത്തേക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അന്ത്യത്തോളം കാക്കുവാൻ അവൻ മതിയായവൻ. ഈ തലയൊരു മുടികാരുടെ താഴോട്ട് വീണമെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എന്റെ ദൈവം അറിയാതെ ഒരു ചുക്ക് സംഭവിക്കത്തുള്ളൂ. കാര്യം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന്റെ പേരിൽ വിക്രിയകൾ കാണിച്ചു, വികൃതികളെ കാണിച്ചു ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ദൈവസഭയെ കലക്കുന്ന പൈശാചിക തന്ത്രം ഈ അന്ത്യകാലത്ത് ദൈവസഭ തിരിച്ചറിയണം. ഞാൻ അത്ര ആഴത്തിൽ പോകാൻ കാരണം എനിക്കറിയാം. ഇതിനകത്ത് വന്നിരിക്കുന്നതിൽ ദൈവമക്കളെ ഉള്ളൂ. ഇതിനകത്ത് സമുദായക്കാരൊന്നും ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആത്മാവിൽ. എന്നാൽ ഞാൻ പറയട്ടെ, ആമേൻ. അതുകൊണ്ട് ദൈവജനം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഇത്തരത്തിലുള്ളതായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു പദമാണല്ലോ, ബ്രദറുകാർക്ക് ആത്മാവില്ലെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു കൂട്ടരാണ് ഈ ബ്രദറുകാരെന്ന് പറയുന്നല്ലോ. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവരുടെ എന്താ ഈ പറയുന്ന ഒരെണ്ണം ചെന്ന് കളിക്കാതെ? എന്താ വചനം വിട്ടൊരു കാര്യം വേണ്ടിയ ഇരുടാണെന്ന് പറയും. കാര്യം അകത്ത് വചനമുള്ളവരുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളുടെ ഉള്ളിൽ ഈ വചനം കൂടെ ഒന്ന് കയറിയിരുന്നെങ്കിൽ ദൈവസഭയുടെ ഗതി എന്താകുമായിരുന്നു ആലോചിക്കുക, ദൈവസഭയുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പകർന്നത് എന്തിനാണെന്നുള്ള ബോധം ഉണ്ടാകണം. ഈ പറഞ്ഞ 1, 2, 3, 4 എന്ന് പറഞ്ഞ ഗുണഗണങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാൻ അവിടെ തുടരുമെന്ന് ഞാൻ പോവുക, ബാക്കി നാളെ തുടരും. ശ്രദ്ധിക്കണം. ആമേൻ. അവിടെ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പി. ചിലർ ഇത് കേട്ട തന്നെ ഒരു സഭയൊക്കെ ഉണ്ടാക്കി. ഇടയ്ക്ക് ഒരു ദേവദാസനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, കർത്താവ് ഒരുത്തനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു, അല്ലേ, നാവിൽ തൊട്ടു, അവനോട് സൗഖ്യമാകാ എന്ന് പറ എന്നൊക്കെ പറയുന്ന ഭാഗം സംശയമായിട്ട് ചോദിച്ചു.
അതിനെ കർത്താവ് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി ചെയ്തതെന്ന് എന്നോടല്ല, ഒരു ദൈവദാസനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, പുള്ളി പറഞ്ഞു, എന്റെ പൊന്നു മോനെ, കർത്താവിന് നല്ലപോലെ അറിയാം, ഊരിനകത്ത് വെച്ചെങ്ങാണ് ഇവനെ ചെവി വിരലിട്ട് ഇവനെ സൗഖ്യമാക്കിയാൽ അടുത്ത ആഴ്ച ചെവി കൈ സഭ എന്ന് പറഞ്ഞ അടുത്ത സഭ കൊടുക്കും. ചെവി വിരലിടുന്ന സഭ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ വാഗ്ദത്ത മശിഹയായി അംഗീകരിക്കാതെ അവനെ ക്രൂശിച്ചു കൊന്ന യഹൂദന്റെ മുമ്പിൽ ആ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുക, അതാ അപ്പോസ്തലന്മാർ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അടുത്ത വാക്ക് വാഗ്ദത്തം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഓ, ഇത്രയും എപ്പോ പറഞ്ഞു തീർക്കും? ഒന്നുമില്ല. നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയവർക്കും നിങ്ങളുടെ മക്കൾക്കും അവരുടെ തലമുറയ്ക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഷമീറിനും സിയാദിനും നസീറിനും നാരായണനും കറിയാക്കും അമ്മത് കുട്ടിക്കും ഏവർക്കും ഈ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അത് പറയുമ്പോൾ എനിക്ക് ഒരു സംഭവം കൂടെ പറയാം. അടൂരിനടുത്ത് ജിജോ തോമസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവന് യേശു കൊടുത്തൊരു വെളിപ്പാട്, അതും എന്റെ കയ്യിൽ വീഡിയോ സഹിതം ഇരിപ്പുണ്ട്. പറയുകയാണ്, അമ്മ യേശുവിനോട് പറയുന്നു, സ്നാനപ്പെടുത്തി ചിലർക്ക് വെള്ളത്തിൽ നിന്ന് പനി പിടിക്കാൻ പോവാ. യേശു പറഞ്ഞതാ. ഞാൻ അവനോട് നെറ്റിലൂടെ ചോദിച്ച മറുപടി, 3000-ഓളം പേരെ സ്നാനപ്പെടുത്തി അപ്പോസ്തലന്മാർ ന്യൂമോണിയ പിടിച്ചാണോ മരിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഈ പറഞ്ഞ കക്ഷി അറിയണമെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും ഒരു സഭയ്ക്കകത്ത് അന്യഭാഷ പഠിപ്പിക്കുന്നത്. അവന്റെ സഭയില മക്കറോ കുക്കറോ ഹബ്ബ പഠിപ്പിക്കും. നിങ്ങൾ കണ്ടു കാണത്തില്ല. നാളെ നേരത്തെ വരാൻ കാണിച്ചു തരാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ആ കളി. എന്റെ പ്രിയമുള്ളവരെ, അന്ന് 3000-ഓളം പേര് സ്നാനമേറ്റു. അവർ വിളിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയാചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതാണ് പുതിയ നിയമ സഭ. 47-ാം വാക്യത്തിൽ ഇങ്ങനെ കൊണ്ടു നിർത്തി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി ഈ പറയപ്പെട്ട സഭയോട് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ സഭയാണ് പുതിയ നിയമ ദൈവസഭ. ഹല്ലേലൂയ. ആ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ആ സഭയെ ചേർക്കാനാണ് യേശു വരുന്നത്. ആ സഭ എന്താണ്, എങ്ങനെയാണ്, യേശു വരുമോ വരത്തില്ലയോ, വന്നാൽ ആര് പോകും, പോത്തില്ല, പോകാതെ ഇവിടെ കിടക്കുന്നവർക്ക് എന്ത് സംഭവിക്കും, ഇത്യാദി വിഷയങ്ങൾ നാളെയും മറ്റന്നാളുമായി തുടരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇനി പാടാൻ സമയമൊന്നും എടുക്കുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് പാടാം. കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. നിയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാർ കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. കൃപകളും വരങ്ങളും ജോലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേറും നീ